വിശേഷങ്ങളൊന്നും പറയാനില്ല. മീനെല്ലാം ഭയങ്കര റേറ്റ് വില കൂടുതൽ. തൂക്കം വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടങ്ങളാണ്. ത്രാസ് തൂക്കം. അപ്പോ അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം ഈ അമേരിക്കയിലെ താരിഫ് വർധന പോലും നേരിട്ട് ബാധിക്കുന്ന മേഖലയാണ് മത്സ്യമേഖല. അപ്പോൾ അത് മുതലുള്ള പ്രശ്നങ്ങളുണ്ട്. വൻകിടക്കാർക്കും ചെറുകിടക്കാർക്കും ഈ ലേലമെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ മത്സ്യങ്ങൾ ചില്ലറ വിൽപ്പന നടത്തുന്നവർക്ക് വരെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ബോട്ടുടമകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഡീസൽ സബ്സിഡി ഇല്ല എന്നുള്ളതാണ്. അതിലുള്ള പ്രശ്നമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. തമിഴ്നാടിനും മറ്റിടങ്ങളിലുമൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്തരം ഒരു സമീപനം എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിപ്പോൾ വലിയ തരത്തിൽ ലേലം നമുക്ക് കാണാം, പിന്നിൽ കാണാം. അവിടെ വലിയ ബോട്ടുകൾ വരികയും അവിടെ നിന്ന് മത്സ്യം കിട്ടുന്നു, അത് ലേലം വിറ്റു അങ്ങോട്ട് മാറുന്നതാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ജോലി ചെയ്യുന്ന നീണ്ടകര ഹാർബറിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ മത്സ്യമേഖലയിൽ ഇപ്പോൾ മത്സ്യത്തിൽ അവർക്ക് സംതൃപ്തി ഉണ്ട് എങ്കിൽ പോലും അതിനപ്പുറം നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ആരും എത്തുന്നില്ല. വോട്ട് ചോദിക്കാൻ വരുന്നു, അവർ പോകുന്നു എന്നതിനപ്പുറം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അവർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമെന്ന് പറയുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് പാർട്ടി നോക്കിയല്ല, വ്യക്തികളെ നോക്കിയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക എന്നതാണ് പറയുന്നത്. ഇവിടെ രണ്ടുപേരും കൂടി ഉണ്ട്. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? ഇല്ല, വീട്ടിലൊക്കെ വന്നോ? വോട്ട് ചെയ്യണ്ടേ? മാറുമോ? കൊല്ലം മാറുമോ ഇത്തവണ? എന്തുവന്ന് അറിയാൻ വയ്യ. രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ടോ? നമുക്ക് അങ്ങനൊന്നും പാർട്ടിയൊന്നുമില്ല. കച്ചവടം നടന്നാൽ മതി, നമ്മുടെ വീട്ടിലേക്കുള്ള പൈസ കിട്ടിയാൽ മതി. ഇപ്പൊ എന്താ ഇപ്പൊ മത്തിയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നല്ല സീസൺ. വെള്ളമൊന്നും പോയില്ല, അതുകൊണ്ടൊന്നും മത്തി കുറവാണ്. പൊതുവെ മത്തിയുടെ സീസണാണ്. ഇന്ന് വള്ളങ്ങൾ പോയിട്ടില്ല, ബോട്ടുകൾ മാത്രമാണ് പോയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മത്തി ഉണ്ടാകും എന്നതാണ് പറയുന്നത്. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങളെയൊക്കെ കാണാൻ എത്തിയായിരുന്നോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ അറിഞ്ഞു തുടങ്ങിയോ നിങ്ങള്? തദ്ദേശ തെരഞ്ഞെടുപ്പില്ലേ എല്ലാരും വന്നോക്കളെ. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. പാർട്ടി നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്, അതോ എങ്ങനെയാണ്? അതിന്റെ ഒരു മാനദണ്ഡം എന്താ? ഞങ്ങൾക്ക് പാർട്ടിയുണ്ട്, അവരവർക്ക് പാർട്ടിയുണ്ട്. ഞങ്ങളുടെ പാർട്ടി നോക്കിയാൽ ഞങ്ങൾ ചെയ്യട്ടോ. പാർട്ടി പറയൂ, ഞങ്ങളോട് പറയോ? ഞാൻ പറയും, അരിവാളി ചിട്ടിയില്ല. എനിക്ക് വോട്ടുണ്ടായിരുന്ന കാലം തൊട്ട് ആ വോട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ആരും നമ്മളെ ഇവിടെ നിർത്തിയില്ലേലും കുഴപ്പമില്ല. പാർട്ടി ഒരു കാലവും മാറത്തില്ല. ജയിച്ചു പോലോ തോറ്റു പോലും അവരെ ഉള്ളു. അപ്പൊ ഇത്തവണയും കൊല്ലം ചുവക്കും. ചുവന്നിരിക്കണം. അങ്ങനെ ജയിച്ചു പോലോ ജയിച്ചില്ല പോലോ നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. മത്സ്യമേഖലയിൽ എങ്ങനെയുണ്ട്? കാട്ടിൽ പോയി ഒളിച്ചിരുന്ന അയ്യപ്പൻ മലമോനെ ഇരിക്കുന്ന അയ്യപ്പനെ കൂടെ തോണ്ടി ചെമ്പാക്കിയത്. ഇതുപോലൊരു നാറിയ പറയണം ഇനി കണ്ടിട്ടേ ഇല്ല. പോവാണ് എന്തായാലും. അയ്യപ്പന്റെ സ്വർണം കവർന്നതിലുള്ള രോഷമാണ് അവിടെ കാണുന്നത്. അത് ഇവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് അപ്പുറമുള്ള രോഷമാണ്. വില ചോദിക്കാൻ ഇത് മൊത്ത കച്ചവടമാണ് നടക്കുന്നത്. ഒരു കൊട്ട നമുക്ക് ചോദിക്കാം. ഇത് ഒരു കൊട്ടയിൽ എങ്ങനെയാണ് മീനിന്റെ ഇതിന്റെ വില എങ്ങനെയാ? കിലോയ്ക്ക് 50 രൂപയാവും. ഇതിപ്പോ എത്ര കിലോ ആണ് ഒരു കൊട്ട? ഇത് 60 കിലോ ആണ്. കുറവാണോ? വില കൂടുതലാ. ഇന്ന് വില കൂടുതലാ. ഇന്ന് വള്ളക്കാരില്ല, ഏകാശിയാണ് വില കൂടുതലാ. വള്ളം ഇല്ലാത്തോണ്ട് ഏകാശിയാണ് വില കൂടുതലാ. കിലോയ്ക്ക് 50 രൂപ വരെ വില വരും. എന്നാൽ അതത് റീറ്റെയിൽ മേഖലയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ 50 രൂപ വരെ വില വരുമെന്ന് പറയുന്നത്. ഇന്ന് ഇച്ചിരി വില കൂടുതലാണ്. അത് ഏകാദശി ആയതുകൊണ്ട് വള്ളങ്ങൾ പോകാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. എന്തായാലും നോക്കൂ, നല്ല ഫ്രഷ് മീനാണ്, പച്ച മീനാണ്, ഐസിടാത്ത മീനാണ്. ഞാൻ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്നു എന്ന് തന്നെ പറയാം. അത് ഒരുപാടുണ്ട്. മത്തിയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. പക്ഷെ 50 രൂപയാണ് ഏറ്റവും താഴെത്തട്ടിലെത്തുമ്പോൾ ഒരു കിലോയ്ക്ക് കിട്ടുന്നത്. നമ്മൾ പക്ഷെ അവിടെ 120, 140, 160 ഒക്കെ കൊടുത്താണ് വാങ്ങുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് നീണ്ടകര ഹാർബറിൽ നിന്നുള്ള വോട്ട് വിശേഷങ്ങൾ. നാട്ടിലോട്ടാണ് നമ്മൾ